പക്ഷേ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം 5 തെങ്ങിന് സമീപം രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി. 3 വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ കടലാക്രമണം അതിന്റെ ഒരു സാധ്യത തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ ഈ 5 തെങ്ങിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 5 തെങ്ങിലെ 3 വീടുകളിൽ ശക്തമായ തിര അടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. ഈ വീടുകളിൽ ഉണ്ടായിരുന്നവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിസരത്തും ഈ നിലയിൽ തന്നെ ശക്തമായ കടൽ കയറ്റം ഉണ്ടായി. നേരത്തെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം അതേപടി തുടരുകയാണ്. ഇന്ന് രാത്രി 11:30 മണി വരെ ഈ നിർദ്ദേശം നിലനിൽക്കും. കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് റവന്യൂ വകുപ്പും പോലീസും ഉച്ചഭാഷണിയിലൂടെ തീരദേശത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ വള്ളങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിവെക്കുക, അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ മാറ്റിവെക്കുക, പരസ്പരം കൂട്ടിയിടിച്ച് വള്ളങ്ങൾ കേട പറ്റാതിരിക്കാനുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ കടൽക്കയറ്റ ഭീഷണി ഉള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ ആവശ്യമെങ്കിൽ മാറുക, മാറ്റിപ്പാർപ്പിക്കൽ നടപടികൾ ഉണ്ടായാൽ അതിനോട് സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്. ബീച്ചുകളിൽ ഇന്നലെയും ഇന്നുമായി നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ ദിവസം ബീച്ചുകളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആളുകൾ വരുന്നതിനും ഒരുപാട് കടലിലേക്ക് ഇറങ്ങുന്നതിനുമുള്ള ഒരു സാഹചര്യം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്നും ഈ ജാഗ്രതാ നിർദ്ദേശം തുടരും. കഴിഞ്ഞ തവണ ഇങ്ങനെ കടൽ കയറ്റം ഉണ്ടായപ്പോൾ പൊഴിയൂർ, പൂവാർ തുടങ്ങിയ മേഖലകളിലാണ് ജില്ലയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയത്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വടക്കോട്ട് മാറി 5 തെങ്ങ് പ്രദേശത്തിലാണ് ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ആര്യ, ശരി. തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെയും പൊതുവായ സാഹചര്യമാണ് വി വിനോദ് നൽകിയത്. എറണാകുളത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ വിദേശികളടക്കം ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന തീരദേശ മേഖല കൂടിയാണ് ഈ എറണാകുളം ജില്ലയിലുള്ളത്. പല ബീച്ചുകളിലും അത്തരത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എല്ലാ ദിവസവും. എങ്ങനെയാണ് അവിടുത്തെ ഒരു വിനോദസഞ്ചാര മേഖലയിലൊക്കെ ഇപ്പോൾ ഈ വിലക്ക് ബാധകമാണോ? ഈ ഒരു ദിവസം കൂടി മാത്രമാണോ ഈ മുന്നറിയിപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുള്ളത്? രീതിയിൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ തീരമേഖലകൾ കൂടുതലുള്ള ഒരിടമാണ്. സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിന് പുറമെ വൈപ്പിൻ ബീച്ചുകളിലേക്ക് പോകുമ്പോൾ ചെറായി ബീച്ച്, അങ്ങനെ നിരവധിയായ ബീച്ചുകളുണ്ട്. തദ്ദേശീയരും അതോടൊപ്പം തന്നെ വിദേശീയരുമായ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടം തന്നെയാണ്. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ബീച്ചിൽ അധിക സ്ഥലത്തേക്ക്, വെള്ളത്തിലേക്ക് കൂടുതൽ കടലിലേക്ക് ഇറങ്ങരുത് എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇതിൽ വലിയ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ജാഗ്രത പൊതുവിൽ തന്നെയും പാലിക്കുന്നുണ്ട്. കാരണം തീരത്തേക്ക് വരുന്നവർ കൂടുതലും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം അവിടെ ലൈഫ് ഗാർഡുകൾ അടക്കം നൽകുന്നുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ബീച്ച് സംവിധാനങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കടൽ കയറ്റത്തിൽ, നേരത്തെയുള്ള കടൽ കയറ്റത്തിന് ബീച്ച് സംവിധാനങ്ങളെല്ലാം തന്നെ നഷ്ടമാകുന്നു. അപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ആശ്രയിക്കുന്നൊരിടം എന്ന് പറയുന്നത് വൈപ്പിൻ തീരമേഖലകളാണ്, അവിടെയുള്ള കടലോരങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ലൈഫ് ഗാർഡിന് ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെ ലൈഫ് ഗാർഡിൻ്റെ അവിടെ ഉണ്ട്. അവിടെയുള്ളവർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പോലീസിൻ്റെ ഒരു പെട്രോളിംഗ്, അവിടെ ഒരു നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മുന്നറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചെല്ലാനം മേഖലകളിലേക്ക് വരികയാണെങ്കിൽ, കാരണം ഈ കടലിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, കടൽക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ചെല്ലാനം മേഖലയാണ്. അവിടെ വലിയ രീതിയിൽ തന്നെ കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ് തീരദേശവാസികൾക്ക്. അതുകൊണ്ട് ആ വലിയ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇത്തരം പ്രതിഭാസങ്ങളെ മാത്രമല്ല, വലിയ രീതിയിലുള്ള കടൽക്ഷോഭങ്ങളെ അടക്കം നേരിടാൻ അത് പര്യാപ്തമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ വിഭാഗം, ആ ഒരു വലിയ മേഖല സംരക്ഷിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെ ഈ ഒരു സമയത്തും ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും അവിടെ ഈ കടൽ ഭിത്തി നിർമ്മിക്കാത്ത ഇടങ്ങളുണ്ട്. അവിടെയും വലിയ രീതിയിലേക്ക് കടൽ കയറ്റമൊന്നും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. പൊതുവിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത പുലർത്തുന്നുണ്ട്. ഫിഷറീസ് വകുപ്പും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയെയും തൽക്കാലം ഈ മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ
വന്നിരിക്കുന്നത് കൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ അത്തരം ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ജാഗ്രതയിൽ പോകുന്നു. പക്ഷേ വലിയ രീതിയിലേക്ക് പരിഭ്രാന്തിപ്പെടേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തീരമേഖലകൾ മധ്യ കേരളത്തിലെ ഒരു തീരമേഖലകൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും നിർദ്ദേശങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ അനുവർത്തിക്കുന്നുമുണ്ട്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡാനി